feedback regulation, the end product binds at? Answer is allosteric site. ഫീഡ്ബാക്ക് റെഗുലേഷനിലെ എൻഡ് പ്രൊഡക്റ്റ് എവിടെയാണ് ബൈൻഡ് ചെയ്തിരിക്കുക? ആൻസർ അല്ലോസ്റ്ററിക് സൈറ്റിലാണ് എൻഡ് പ്രൊഡക്റ്റ് എപ്പോഴും ബൈൻഡ് ചെയ്തിരിക്കുക. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്. ആൻസർ ഇസ് ഗ്ലൈസിൻ. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? ആൻസർ ഗ്ലൈസിൻ. 13th question. Sakaguchi reaction is specific for guanidine group. സാക്കാഗുച്ചി റിയാക്ഷൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഗുവാനിഡിൻ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൽ സാക്കാഗുച്ചി റിയേജൻസ് ഉണ്ടാക്കുന്നത് നാഫ്തോളും സോഡിയം ഹൈപ്പോബ്രോമൈറ്റും ഉപയോഗിച്ചിട്ടാണ്. ഇത് ഗുവാനിഡിൻ ഗ്രൂപ്പായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് കളർ കോംപ്ലക്സ് ഉണ്ടായിരിക്കും. The functionally active form of vitamin D is? Answer is calcitrol. വൈറ്റമിൻ ഡിയുടെ ഫങ്ഷണലി ആക്റ്റീവായ ഫോമിനെ പറയുന്ന പേരാണ് കാൽസിട്രോൾ. കാൽസിട്രോൾ മെയിനായിട്ട് ഉണ്ടാകുന്നത് കിഡ്നിയിലാണ്. 15th question. The A in the coenzyme A stands for? Answer is acetylation. ഈ coenzyme Aയിലെ A എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആൻസർ അസറ്റൈലേഷനെയാണ് എ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 16th question. The key enzyme that converts trypsinogen to trypsin is? Answer is enteropeptidase. ഏത് കീ എൻസൈം ആണ് ട്രിപ്സിനോജനെ ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ആൻസർ enteropeptidase ആണ്. enteropeptidase ഓൾസോ നോൺ ആസ് enterokinases. ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പാൻക്രിയാസിലെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ഒക്കെ ആക്റ്റീവ് ആവും. 17th question. Cellulose is not digested in humans due to lack of the enzyme that hydrolyzes dash bond. Answer beta bond. ഹ്യൂമൻസിലെ സെല്ലുലോസ് ഡൈജസ്റ്റ് ആവില്ല, കാരണം എൻസൈംസിന് സെല്ലുലോസിന്റെ ബീറ്റ ബോണ്ടിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. ഹോർമോൺ സെൻസിറ്റീവ് ലിപ്പേസ് ആക്ടിവിറ്റി ഈസ് ഇൻഹിബിറ്റഡ് ബൈ ദ ഹോർമോൺ. ആൻസർ ഇസ് ഇനുലിൻ. ഹോർമോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ലിപ്പേസിന്റെ ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഇനുലിൻ ആണ്. The amino acid required for the formation of glutathione. Answer is glycine. Glutathione ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അമിനോ ആസിഡ് ഏതാണെന്ന്? അത് ഗ്ലൈസിൻ ആണ്. In the synthesis of cysteine, the carbon skeleton is provided by? Answer is methionine. സിസ്റ്റീൻ നമ്മൾ സിന്തസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാർബൺ സ്കെലിറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മെത്തിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. The most abundant protein in mammals is? Answer is collagen. കൊളാജൻ ആണ് മാമൽസിലെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.